വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എക്സസൈസ് 2.2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ലീനിയർ പോളിനോമിയൽ 5x - 3 ഇഫ് x ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ എക്സിന് 3 വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ വാല്യൂ വെച്ചിട്ട് ഈ ലീനിയർ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. എക്സിന് -1 കൊടുക്കുമ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതേപോലെ എക്സിന് 2 കൊടുക്കുമ്പോഴും ഈ പോളിനോമിയലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് 0 ആകുമ്പോൾ 5x - 3 എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയൽ എന്താവും? ഈ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 0 കൊടുക്കും. അപ്പോൾ 5 × 0 - 3 ഇസ് ഈക്വൽ ടു 5 × 0 0 0 - 3 ഈസ് -3. ഓക്കെ, അപ്പോൾ എക്സിന് 0 കൊടുത്തപ്പോൾ ഈ ലീനിയർ പോളിനോമിയലിൻ്റെ വാല്യൂ -3 ആയി. ഇനി അടുത്തത്, വെൻ എക്സ് ഈസ് ഈക്വൽ ടു -1, 5x - 3 ഈസ് ഈക്വൽ ടു 5 × എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ -1 കൊടുക്കുന്നു, -3 ഈസ് ഈക്വൽ ടു 5 × -1 ഈസ് -5 - 3 ഈസ് ഈക്വൽ ടു -8. അടുത്തത് മൂന്നാമത്തത്, വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2. എക്സിന് 2 കൊടുക്കുമ്പോൾ 5x - 3 എന്താവും? 5 × എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുന്നു, -3. 5 2s are 10, 10 - 3 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ നമ്മളിവിടെ ലീനിയർ പോളിനോമിയലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 7s² - 4s + 6 ഇഫ് s ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്കിവിടെ എസ് വേരിയബിളായിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് തന്നിട്ടുള്ളത്. ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് എന്ന് പറയാൻ കാരണം എന്താ? ഇതിൻ്റെ ഡിഗ്രി 2 ആണ് അല്ലേ. ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽസിനെ എല്ലാം നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ പോളിനോമിയലിനകത്ത് എസ്സിന് 0 കൊടുക്കുമ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വെൻ എസ് ഈസ് ഈക്വൽ ടു 0, 7s² - 4s + 6 ഈസ് ഈക്വൽ ടു, ഈ എസ് വരുന്ന പ്ലേസിലെല്ലാം നമ്മൾ 0 കൊടുക്കും. അപ്പോൾ 7 × s² ആണ്, അപ്പോൾ 0² - 4 × എസിന് പകരം 0 + 6. അപ്പോൾ ഇവിടെ 7 × 0 0 ആകും, 4 × 0 0 ആകും, ബാക്കി എന്തുണ്ട്? 6. അപ്പോൾ എസ്സിന് 0 കൊടുക്കുമ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 6 ആണ്. അടുത്തത് എസ്സിന് നമ്മൾ -3 കൊടുക്കുന്നു. വെൻ എസ് ഈസ് ഈക്വൽ ടു -3, 7s² - 4s + 6 എന്തായിട്ട് മാറും? 7 × എസ്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ -3 കൊടുക്കുന്നു, -4 × -3 + 6 is equal to 7 × -3യുടെ സ്ക്വയർ, 3 3s are 9, നെഗറ്റീവ് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. ഇവിടെ -4ഉം -3യും കൂടെ +12 ആയിട്ട് മാറും, +6 is equal to 7 × 9 63 + 12 + 6 is equal to 81. ഇനി അടുത്തത്, വെൻ എസ് ഈസ് ഈക്വൽ ടു 4, അപ്പോൾ 7s² - 4s + 6 എന്തായിട്ട് മാറും? 7 × 4² - 4 × s is 4 + 6 is equal to 4 4s are 16, 16 × 7 എന്ത് വരും? 112 - 4 4s are 16 + 6 is equal to -16ഉം +6ഉം കൂടെ -10 ആവും. ഇത് രണ്ടും കൂടെ എന്താവും? -10 ആവും. ഇനി 112ൽ നിന്ന് -10 സബ്ട്രാക്ട് ചെയ്താൽ 102. തേർഡ് ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് സലീൽസ് മദർ ഈസ് 3 times സലീൽസ് പെർസെൻറ്റേജ്. ആഫ്റ്റർ 5 years their ages will add up to 70 years. Find the percentages. അപ്പോൾ ഇവിടെ സലീലിൻ്റെ മദറിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സലീലിൻ്റെ പെർസെൻറ്റേജിൻ്റെ 3 times ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരുടെ ഏജ് എക്സ് ആയിട്ട് എടുക്കാം? സലീലിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് എഴുതി കാണിക്കാം. സലീലിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സലീലിൻ്റെ മദറിൻ്റെ പെർസെൻറ്റേജ് എന്തായിരിക്കും? സലീലിൻ്റെ പെർസെൻറ്റേജിൻ്റെ 3 ടൈംസ് ആണ്, ദാറ്റ് ഈസ് 3x. ഇനി ആഫ്റ്റർ 5 ഇയേഴ്സ്, ആഫ്റ്റർ 5 ഇയേഴ്സ് സലീലിൻ്റെ പെർസെൻറ്റേജ് എന്തായിരിക്കും? എക്സിൻ്റെ കൂടെ 5ഉം കൂടെ വരുന്നതായിരിക്കും അല്ലേ. മദറിൻ്റെതോ അപ്പോൾ 3x + 5 ആയിരിക്കും. ഇനി നിങ്ങളിവിടെ അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും ചെയ്യാം കേട്ടോ. എന്തെഴുതാം? ലെറ്റ് സലീൽസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു x ഇയേഴ്സ്. അടുത്തത് മദേഴ്സ് പെർസെൻറ്റേജ് is equal to 3x years after 5 years. ഇനി 5 വർഷം കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നമ്മൾ എഴുതണം. ആഫ്റ്റർ 5 years സലീൽസ് ഏജ് എന്തായിരിക്കും? ഇവിടെ നമ്മൾ എഴുതി x + 5. 5 വർഷം കഴിയുമ്പോൾ സലീലിൻ്റെ ഏജ് x + 5. അപ്പോൾ മദേഴ്സ് ഏജ് എന്തായിരിക്കും? മദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു 3xൻ്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് 3x + 5. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 5 ഇയേഴ്സ് ദർ ഏജസ് വിൽ ആഡ് അപ് ടു 70 ഇയേഴ്സ്. അതായത് സലീലിൻ്റെ ഏജും സലീലിൻ്റെ മദറിൻ്റെ ഏജും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേ? 70 കിട്ടും. അപ്പോൾ എന്തെഴുതാം? അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഞാൻ ATQ എന്ന് എഴുതുകയാണ്. നിങ്ങൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്ന് തന്നെ എഴുതിക്കണം കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? x + 5ഉം 3x + 5ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേ? 70 കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സബ്ട്രാക്ഷൻ ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ ടേംസിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈക്ക് ടേംസുകളെ തമ്മിൽ ആഡ് ചെയ്യുന്നു. എക്സും 3x ഇവിടെ ലൈക്ക് ടേം ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ x + 3x ഈസ് 4x. അടുത്തത് 5 + 5 10 ഈസ് ഈക്വൽ ടു 70. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം നമ്മൾ എക്സ് ഇല്ലാത്ത ടേമിനെ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു RHSലുള്ളത് എഴുതിയിട്ട് വേണം ട്രാൻസ്പോസ് ചെയ്യുന്ന ടേമിനെ എഴുതാൻ. ഇവിടെ അഡീഷൻ ആയിരുന്നു, അപ്പുറത്ത് വരുമ്പോൾ സബ്ട്രാക്ഷൻ ആവും. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. ഇനി x ഈസ് ഈക്വൽ ടു 60/4 ഈസ് ഈക്വൽ ടു 15. അപ്പോൾ എക്സ് നമുക്ക് 15 എന്ന് കിട്ടി. ദെയർഫോർ സലീൽസ് ഏജ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എക്സ് എന്നെടുത്തത് സലീലിൻ്റെ ഏജ് ആയിരുന്നു അല്ലേ, 15 ഇയേഴ്സ്. അപ്പോൾ മദേഴ്സിൻ്റെ ഏജ് എന്തായിരിക്കും? മദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു, മദറിൻ്റെ പെർസെൻറ്റേജ് നമ്മളെടുത്തത് 3x ആയിരുന്നു. സോ 3 × 15 ഈസ് ഈക്വൽ ടു 45 ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾ എക്സ് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അതിനെ ആയിരിക്കും നമ്മളിവിടെ എക്സ് എന്നൊക്കെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതണം, എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.